സമുദ്രം അതിരില്ലാത്ത ഒരു അത്ഭുത ലോകമാണ്. മനുഷ്യർക്ക് ഇതുവരെ പൂർണ്ണമായും അറിയാനാകാത്ത അനന്തതയാണ് ഇവിടം. സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികളിൽ ചിലത് വിചിത്രമായതും ഭീതിജനകവുമാണ്. ഈ ജൈവലോകത്തിലെ അതിസമ്പന്നമായ ജീവികളുടെ ഭാഗമാണ് ലയൺസ്മെൻ ജെല്ലി ഫിഷും നീലത്തിമിംഗലവും. ഇവ രണ്ടും സമുദ്രത്തിലെ ഏറ്റവും വലിയ ജീവികളെന്ന നിലയിൽ അറിയപ്പെടുന്നു. എന്നാൽ സ്വഭാവത്തിൽ നിന്നും ദേഹഘടന വരെ ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ ജീവികളിലേക്കാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. ലോകത്തിലെ ഏറ്റവും വമ്പൻ ജീവി നീലത്തിമിംഗലമാണെന്ന് നാം സ്കൂൾ കാലം മുതൽ തന്നെ പഠിച്ചിട്ടുള്ളത്. കരയിലെ വമ്പൻ ആനയും കടലിൽ നീലത്തിമിംഗലവുമെന്നത് കാണാതെ പഠിക്കാത്തവരില്ല. ഇടയ്ക്ക് ലോകത്ത് ഇന്നുവരെ ജീവിച്ചിരുന്ന ജീവികളിൽ പെറുസിറ്റസ് കൊളോസസ് എന്ന കോടിക്കണക്കിന് വർഷം മുമ്പുണ്ടായിരുന്ന ജീവിയാണ് ഏറ്റവും വമ്പനെന്ന വിവരവും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് ലോകത്ത് ജീവനോടെയുള്ളവയിൽ ഏറ്റവും വലുത് നീലത്തിമിംഗലമല്ല, പകരം ഒരു വമ്പൻ ജെല്ലി ഫിഷായ ലയൺസ്മെൻ ജെല്ലി ഫിഷാണ്. മറൈൻ ബയോളജി എന്ന സയൻസ് പ്രസിദ്ധീകരണത്തിൽ ലോകത്തിൽ ഏറ്റവും വലിപ്പമുള്ള ജീവിയായി കണ്ടെത്തിയിരിക്കുന്നത് ഈ ജെല്ലി ഫിഷിനെയാണ്. എന്നാൽ സ്വഭാവത്തിൽ നിന്നും ദേഹഘടന വരെ ലയൺസ്മെൻ ജെല്ലി ഫിഷും നീലത്തിമിംഗലവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സിംഹത്തിൻ്റെ സട പോലെ നീളമേറിയ ടെൻഡക്കിൾസ് ഉള്ള ഈ ജെല്ലി ഫിഷിന് റെക്കോർഡിങ്ങിനിടയാക്കിയത് അവയുടെ ഈ ടെൻഡക്കിൾസ് തന്നെയാണ്. അതുകൂടാതെ ഈ ജീവിക്ക് 2.5 മീറ്റർ വരെ വീതിയുള്ള ബൽഭാഗവുമുണ്ട്. സാധാരണയായി ഇവയുടെ ശരീരം 8 അടി വരെ, അതായത് 2 മീറ്റർ വരെ നീളമുള്ളവയാണ്. എന്നാൽ ഇവയുടെ ടെൻഡക്കിൾസുകളുടെ നീളം കൂടി കണക്കാക്കുമ്പോൾ അത് 60 അടി, അതായത് 18 മീറ്റർ വരെയാണ് ഉണ്ടാവുക. അപൂർവമായി ചിലത് 120 അടി അഥവാ 36 മീറ്റർ വരെ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ശരീരത്തിൽ രക്തത്തിനു പകരം 95% ഭാഗവും വെള്ളവുമാണ്. എന്നാൽ നിലവിൽ ഏറ്റവും വലിയ സമുദ്രജീവി എന്നറിയപ്പെടുന്ന നീലത്തിമിംഗലത്തിന് 25 മുതൽ 30 മീറ്റർ വരെ നീളവും 150 മുതൽ 180 ടൺ വരെ ഭാരവുമുണ്ട്. ഏറ്റവും വലിയ നീലത്തിമിംഗലത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്ന നീളം 33 മീറ്ററാണ്. അതായത് ഒത്ത വലിപ്പമുള്ള ഒരു നീലത്തിമിംഗലം പരമാവധി 115 അടി അഥവാ 35 മീറ്റർ വരെയാണ് വളരുക. ഈ കണക്ക് നോക്കുമ്പോഴാണ് ലയൺസ്മെൻ ജെല്ലി ഫിഷ് വലിയ ജീവിയാകുന്നത്. 10 നില കെട്ടിടത്തിൻ്റെ അത്ര നീളമേറിയ കൈകൾ ഈ ജീവിക്കുണ്ടാകുമെന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത്. നീലത്തിമിംഗലം എന്നത് ഒരു വെർട്ടിബ്രേറ്റ് അഥവാ നട്ടെല്ലുള്ള ഒരു സസ്തനിയാണെങ്കിൽ ലയൺസ്മെൻ ജെല്ലി ഫിഷ് ഒരു ഇൻവെർട്ടിബ്രേറ്റ് അഥവാ നട്ടെല്ലില്ലാത്ത ജീവിയാണ്. ടെൻഡക്കിൾസ് ഉപയോഗിച്ചാണ് ഇവ ഇര പിടിക്കുന്നത്. ചെറുമത്സ്യങ്ങൾ, ഞണ്ട്, ചെമ്മീൻ, കക്ക മുതലായ ക്രസ്റ്റീഷ്യൻ വിഭാഗത്തിൽപ്പെട്ടതും മൂൺ ജെല്ലി ഫിഷുകളുമാണ് ഇവയുടെ ഭക്ഷണം. ലയൺസ്മെൻ ജെല്ലി ഫിഷ് സാധാരണയായി തണുത്ത സമുദ്രങ്ങളിലാണ് കാണപ്പെടുന്നത്. അതായത് ആർട്ടിക്, നോർത്ത് അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളിലെ ആഴങ്ങളിലുള്ള ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. മനുഷ്യരെ നേരിട്ട് ആക്രമിക്കാൻ ഇവയ്ക്കറിയില്ല. എന്നാൽ അതിൻ്റെ വിഷമുള്ള സ്പർശം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാക്കാം. അതേസമയം നീലത്തിമിംഗലം മനുഷ്യർക്കെതിരെ ആക്രമണ പ്രവൃത്തികൾ കാണിക്കുന്നതല്ല. അതിവിശാലവും സൗമ്യവുമായ ഈ ജീവികൾ നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ ജീവികളിലൊന്നുമാണ്. ദിവസവും 3 മുതൽ 4 ടൺ വരെ ക്രിൽ എന്ന ഇനം ചെറു ജലജീവിയെ ഭക്ഷണമാക്കുന്നു. വായിലെ പലതരത്തിലുള്ള ഫിൽറ്റർ പോലെയുള്ള ബെയ്ലിൻ പ്ലേറ്റുകളിലൂടെ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ഭക്ഷ്യകണങ്ങൾ പിടിക്കപ്പെടുന്നു. ലയൺസ്മെൻ ജെല്ലി ഫിഷും നീലത്തിമിംഗലവും തമ്മിൽ ചലനശേഷിയിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. ലയൺസ്മെൻ ജെല്ലി ഫിഷിന് സാധാരണയായി വേഗത കുറവാണ്. അതായത് അതിൻ്റെ ശരീരപ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ നീങ്ങുന്നത്. അതേസമയം നീലത്തിമിംഗലം മണിക്കൂറിൽ 20 മുതൽ 50 കിലോമീറ്റർ വരെ നീങ്ങാൻ കഴിയുന്ന ഒരു അതിവേഗതയുള്ള സസ്തനിയാണ്. അതിൻ്റെ വാലിൻ്റെ ശക്തമായ പ്രേരണയിലൂടെയാണ് നീക്കം നടക്കുന്നത്. ഇവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് ശബ്ദം ഉപയോഗിച്ചാണ്. ഒരു നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദം 800 കിലോമീറ്റർ വരെ ദൂരത്ത് കേൾക്കാവുന്നതാണ്. ലയൺസ്മെൻ ജെല്ലി ഫിഷ് നീളത്തിൽ നീലത്തിമിംഗലത്തിനെ തോൽപ്പിച്ചാലും ഭാരം, ബുദ്ധി, പ്രവർത്തനശേഷി എന്നിവയിൽ നീലത്തിമിംഗലം മുന്നിലാണ്. ലയൺസ്മെൻ ജെല്ലി ഫിഷിന് 36 മുതൽ 37 മീറ്റർ നീളമുള്ള ടെൻഡക്കിൾസ് ഉണ്ടെങ്കിലും നീലത്തിമിംഗലത്തിൻ്റെ ശരീരം മുഴുവൻ തന്നെ അതിൻ്റെ ഭാരം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാകുന്നു. സമുദ്രം എന്ന ആഴക്കടലിൻ്റെ മനോഹാരിതയും ഭീഷണിയും ഇരു ജീവികളിലും കാണാം. ലയൺസ്മെൻ ജെല്ലി ഫിഷിനെയും നീലത്തിമിംഗലത്തിനെയും ഒത്തുചേർത്തി നോക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ എത്ര ചെറുതായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും.
ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.